നല്ല കംഫർട്ടായി വാങ്ങാൻ നോക്കുന്നവർക്ക് ഡീസലുമാണ് ഇതിലെ ഏറ്റവും ടോപ്പ് ലോഡിൽ കൂടുതൽ ഓട്ടോമാറ്റിക് സെഗ്മെന്റിൽ വരുന്ന ഒരു ഫ്ലൂയിഡിക്ക് വരുന്ന എത്ര രൂപ കൊടുക്കാൻ പറ്റും ഇത് നമുക്കൊരു 4,20,000 രൂപ കൊടുത്തേക്കാം. 4,4 ലക്ഷം ഡീസൽ ഓട്ടോമാറ്റിക്കിലെ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി. മോഡൽ പറഞ്ഞ 2013 വണ്ടി കേട്ടോ. ഇതാവുമ്പോൾ നമുക്ക് ഏകദേശം 24-25 മൈലേജ് കിട്ടുന്ന മാരുതിയുടെ ഒരു വാഹനം സിയാസ്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഈ വാഹനം? 5 രൂപയ്ക്ക് ഏകദേശം 17 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കാം. മൈലേജ് ആണ് ഈ ഒരു വാഹനത്തിന്റെ ഹൈലൈറ്റ്. അതുകൊണ്ട് ബഡ്ജറ്റ് പ്രൈസിലൊരു സ്വിഫ്റ്റ് 2013 മോഡൽ വണ്ടിയാണ്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? നമുക്കൊരു 3-4 ലക്ഷം രൂപ കൊടുത്തേക്കാം. 3,4 ലക്ഷം രൂപ അല്ലേ? 3,4 ലക്ഷം രൂപ ബഡ്ജറ്റ് പ്രൈസ് ആണ്. ഒരു 19 രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കുകയും ചെയ്യാം. എഗെയിൻ വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് ഡിസയർ ആണ്. അതും CVT ഓട്ടോമാറ്റിക്കല് ലോ കിലോമീറ്റർ ഒരു വാഹനം. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും ഇത്? നമുക്കിതൊരു 490 കിലോമീറ്റർ എന്ന് പറഞ്ഞാണ് നിങ്ങൾ 50 ഓടിയിട്ടുള്ളൂ. 50,000 കിലോമീറ്റർ CVT ഓട്ടോമാറ്റിക്കല് സിംഗിൾ ഓൺഷിപ്പിക്ക്, അതും ഫുൾ കമ്പനി സർവീസിൽ ഫുൾ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനം. അടുത്തതാണ് ചെറിയൊരു ബഡ്ജറ്റിൽ സാധാരണക്കാരൻ ഒരു ഓട്ടോമാറ്റിക് വാഹനം വേണമെന്നുള്ളവർക്ക് വളരെ ലോ കിലോമീറ്റർ ഓടാൻ മറന്ന വണ്ടി എന്ന് പറയാം. അതും ഓൾട്ടോ കേട്ടന് 2019 മോഡലാണ്. പെട്രോള് ഓട്ടോമാറ്റിക്. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഒരു 390. അത് മാക്സിമം ലോണും ചെയ്യാം, ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാം. അപ്പോൾ നമുക്ക് ചെറിയ ഡൗൺ പേയ്മെന്റിൽ ചെറിയ കിലോമീറ്റർ ഓട്ടോമാറ്റിക് സെഗ്മെന്റുകൾ ഒത്തിരി നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. KL 47 യൂസ് കാസിലാണ്, കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വരുന്നത്. താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിന് താഴെ കാണുന്ന നമ്പറിൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യും.